യുജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. റോ ആയിട്ട് 1 kg ഉണ്ട്. അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേന് ഏകദേശം ഒരു 600-700 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കാണുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. അത് നമുക്ക് ഒരു 3 months എങ്കിലും വെജിറ്റബിൾസും ഒന്നും ചേർക്കാതെ 3 months 4 months ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതായ ഒരു ചെമ്മീൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് മസാലകളൊന്നുമില്ല. നമ്മുടെ സാധാരണ നമ്മൾ ചെമ്മീനിൽ ചേർക്കുന്ന മസാലകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. നല്ലപോലെ ഉണക്കമുള്ള ചെമ്മീൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചെമ്മീനാണ് സെലക്ട് ചെയ്തത്. ഈ ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്യണം. 1 കിലോ ചെമ്മീനുണ്ട്. ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ വാലും തലയെല്ലാം നുള്ളി കറക്റ്റ് ആക്കണം. അതിൻ്റെ നന്നായിട്ട് മുള്ളുണ്ട് ഇതിൻ്റെ തലയിൽ. ഹെഡും ടെയിലും റിമൂവ് ചെയ്യണം ആദ്യം തന്നെ. ഇതിൻ്റെ മുള്ള് നമ്മുടെ കയ്യെ കൊള്ളും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യൊറ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ചെമ്മീൻ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ ഒത്തിരി ഡസ്റ്റും കാര്യങ്ങളും ഉണ്ട്. നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വെള്ളം ഒന്ന് പോകാനായിട്ട് ഒന്ന് കൊട്ടിക്കളയുക. എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഒന്ന് കൊട്ടിക്കളയണം. അരിപ്പയുടെ അടിയിൽ കൂടി വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിനെ ഒന്ന് തട്ടിക്കളയണം. അല്ലെങ്കിൽ തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ തീ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എണ്ണയിലേക്ക് ഇടാൻ നേരത്തെ തീ ഒന്ന് സ്ലോ ആക്കി വെക്കണം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ കൂട്ടി വെക്കണം. ഇത് 700 ഗ്രാം ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുക്കുവാണ്. വെള്ളത്തോടു കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് സ്റ്റൗ കുറച്ച് ലോയിൽ വെക്കണം ഫ്ലെയിം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം പൊട്ടി പോയിക്കുന്നതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കണത്. അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ നല്ലവണ്ണം ക്രസ്പായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെമ്മീൻ എടുത്ത് ഒടിച്ച് നോക്കണം. ഫ്രൈ ആയി കഴിയുമ്പോൾ ചെമ്മീൻ ഒടിഞ്ഞു വരും. നല്ല ക്രിസ്പായിട്ട് ഒടിഞ്ഞു കിട്ടും. ആ സ്റ്റേജിലാണ് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കേണ്ടത്. കൂട്ടാനുള്ളതാണ്. കാശ്മീരി ചില്ലി 8-10 എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ഫുള്ളുണ്ട്. സാൾട്ട് ഉണ്ട്, കറിവേപ്പിലയുണ്ട്. അപ്പോൾ ഇത് പൗഡർ ഞാൻ 2 ടീസ്പൂൺ ഫുള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ക്രഷ് ചെയ്ത് ഈ മുളക് ചേർക്കാനുള്ളതാണ്. അതിന് ശേഷം മുളക് ഇച്ചിരി കുറവെന്ന് തോന്നിയാൽ ആഡ് ചെയ്യാം. കറിവേപ്പില നന്നായിട്ട് ക്രിസ്പാക്കണം. അത് ക്രഞ്ചി ആയിട്ട് കറിവേപ്പില വറുത്തെടുക്കണം. എണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം. എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ആക്കണം. കളറും പോകാൻ പാടില്ല. അതുപോലെ അതിൻ്റെ അരോമ ഒട്ടും നഷ്ടപ്പെടാൻ പാടില്ല.
ഇതിൻ്റെ സുഗന്ധം വളരെ നല്ലതാണ് ചെമ്മീത്തിൻ്റെ അകത്ത്. ഇത് നമുക്ക് ക്രഷ് ചെയ്യണം. ഹാഫ് ഞാൻ മിക്സിയിലും ഹാഫ് കല്ലിലുമാണ് ക്രഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കും. ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പം ബാക്കിയുള്ളത് കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് അതും ക്രഷ് ചെയ്തെടുക്കുകയാണ്. മുളകിൻ്റെ അരി കംപ്ലീറ്റ് അരഞ്ഞ് ചേരരുത്. ചെമ്മീത്തിൻ്റെ അകത്ത് എടുത്ത് കാണണം. അത് അത്രയ്ക്കും ഭംഗിയോട് കൂടി അതിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മതി. അപ്പോൾ ചെമ്മീൻ നമുക്ക് മുളക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. മുളക് കുറവെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പം കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതായ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക്, ചില്ലി ഫ്ലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ 80% നമ്മുടെ ചെമ്മീത്തിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. ഇനി നന്നായിട്ട് ഇതിനെ ഇളക്കി കൂട്ടണം. ഇളക്കി കൂട്ടുന്നത് അത് വെറുതെ ഒന്ന് ഇളക്കി കൂട്ടിയാൽ പോരാ, നല്ലതുപോലെ ഇളക്കി കൂട്ടണം. രണ്ട് സ്റ്റേജിലായിട്ടാണ്. ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതും ഒന്ന് കല്ലിൽ ക്രഷ് ചെയ്തതുമാണ്. അതാണ് രണ്ടായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇളക്കി നന്നായിട്ട് കൂട്ടിയതിന് ശേഷം ഈ ഉരുളിയിൽ ഇട്ടോട്ട് തന്നെ നമുക്ക് ഒന്നങ്ങോട്ട് തട്ടി കൊടുക്കുകയും കൂടെ വേണം. ശരി.